കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ സംഘർഷങ്ങൾ തുടർക്കഥയാവുകയാണ്. ക്രോസ് ബാർ പ്രവർത്തിക്കാത്തതും മതിയായ സംവിധാനങ്ങളില്ലാതെ ടോൾ ബൂത്ത് ആരംഭിച്ചതുമാണ് സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം. ജീവനക്കാർ വടിയും കമ്പിയും ഉപയോഗിച്ച് വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തുന്നതായും പരാതിയുണ്ട്. അതൊരു ഗുരുതരമായ പരാതിയാണ്. കാണാം കോഴിക്കോട് പന്തീരാങ്കാവിൽ നിന്ന് അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ടോൾ ബൂത്തിൽ ഗുണ്ടകളോ? പോലീസ് വന്നപ്പോഴാണ് ചങ്ങായി അപ്പൊ മുന്നേ പോയിക്കോറ് ഇവിടെ ഇവിടെ മേളിച്ച് ഓനക്കോറ് വണ്ടി എടുത്ത് പോയിക്കോറ് അങ്ങനെ വണ്ടി എടുത്തേന് വണ്ടി പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇന്നലെ രാത്രിയിൽ പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ നടന്ന സംഭവങ്ങളാണ്. നിരവധി പരാതികളാണ് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്കെതിരെ ഉയരുന്നത്. പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ എങ്ങനെയാണ് അവർ ടോൾ ഈടാക്കുന്നത് എന്ന് ഞങ്ങൾ പരിശോധിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ആദ്യം കൂട്ടിക്കൊണ്ടു പോകുന്നത്. പോകാം. ടോൾ പ്ലാസ പൂർണ്ണമായും പ്രവർത്തന സജ്ജമല്ല എന്ന ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാകും. ജീവനക്കാർ തന്നെ ഫാസ്ടാഗ് സ്കാൻ ചെയ്താണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ടോൾ ജീവനക്കാർ ഗുണ്ടായിസമാണ് കാണിക്കുന്നതെന്നും പോലീസുകാർ പോലും ഇവിടെ നിസ്സഹായരാണ് എന്ന ആക്ഷേപവുമുണ്ട്. ഈ ക്രോസ് ബാർ ചില വണ്ടിയിലൊക്കെ വീഴുന്ന സിസ്റ്റം. ആ ഒരു പരാതിപ്പെടാത്ത എന്താ വെച്ചാല് ഈ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നിസ്സഹായരാണ് യാത്രക്കാരെല്ലാവരും. ഞങ്ങൾ നേരത്തെ ഞങ്ങളെ വണ്ടിന്റെ മുകളിലേക്ക് ക്രോസ് ബാർ വീണിട്ട് പരാതിപ്പെട്ടപ്പോ അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജർ വരട്ടെ. അങ്ങനെ മാനേജർ വന്നപ്പോ പറഞ്ഞു ഞാനല്ല മാനേജർ, വേറെ മാനേജർ എന്നാണ്. അവിടുത്തെ പോലീസുകാരും നിസ്സഹായരാണ്. ഗുണ്ടായിസമാണ് പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ നടക്കുന്നതെന്നാണ് ഭൂരിഭാഗം യാത്രക്കാരുടെയും അഭിപ്രായമല്ലത്. ഞങ്ങളത് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതാണ്. സാധാരണഗതിയിൽ ടോൾ പ്ലാസയിലൂടെ ആംബുലൻസുകൾക്കും ബൈക്കുകൾക്കും പ്രത്യേക ട്രാക്കുകൾ ഉണ്ടാവണമെന്നാണ് നിയമം. പക്ഷേ പന്തീരങ്കാവിൽ അങ്ങനെയൊന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് നഗരത്തിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകുന്ന പ്രധാന പാതയാണിത്. ആംബുലൻസുകളും മറ്റ് അടിയന്തര വാഹനങ്ങളും ഇവിടെ മണിക്കൂറോളമാണ് ഗതാഗത കുരുക്കിൽ കിടക്കുന്നത്. ഫുൾ ടൈം ബ്ലോക്കാണ്. എല്ലാ ഫാസ്ട്രാക്കിൻ്റെ അതോടെ വർക്കാകുന്നില്ല. പിന്നെ അപ്പോൾ അതില്ലാതെ എന്തെങ്കിലും വണ്ടിക്കാരെന്തോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുണ്ടകളെ വെച്ചുകൊണ്ട് കുറച്ച് ഇന്ത്യക്കാരെ ഗുണ്ട വെച്ചുകൊണ്ട് അടിക്കുക. ഫസ്റ്റ് വണ്ടിയായിരുന്നു, എൻ്റെ ഫ്രണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇന്നലെ ഞങ്ങളൊക്കെ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യം ഗുണ്ടായിസായിട്ട് വരിക ചെയ്യുന്നത്. ഇന്നലെ തന്നെ പോലീസ് അവിടെ എത്തിയത് എങ്ങനെയാ വെച്ചാൽ ഞാൻ കൺട്രോൾ റൂമിൽ തിരുവനന്തപുരത്തേക്ക് വിളിച്ചതിന് ശേഷമാണ് അവിടെ പോലീസ് വരുന്നത്. കൺട്രോൾ റൂമിൽ വിളിച്ചതിന് ശേഷം ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോകുന്നത്. ടോൾ പ്ലാസ ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. മികച്ച റോഡിന് ടോൾ കൊടുക്കുന്നതിന് ഈ നാട്ടുകാരും ഇതിലെ കടന്നു പോകുന്ന വാഹന യാത്രക്കാരും എതിരല്ല. പക്ഷേ ഇവിടുത്തെ ജീവനക്കാർ മോശമായി പെരുമാറുന്നതും വണ്ടികൾക്ക് കേടുപാടുകൾ വരുത്തുന്നതുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരാൻ കാരണമാകുന്നത്. ഇതിന് അടിയന്തരമായി ഒരു ഇടപെടലാണ് വഴിയാത്രക്കാരും ഒപ്പം തന്നെ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. മുനീഫ് തിരൂരിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.